അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യം വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട കമൻറ്റ് ചെയ്യുക. ഒരുപാട് വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിരുന്നു, ഖുർആൻ സംബന്ധമായതും അല്ലാത്തതുമായത്. ഇൻഷാ അല്ലാഹ് ഇന്നും ഖുർആനിലെ സൂറത്തുകളുടെ ആദ്യത്തിൽ വരുന്ന അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന രൂപമാണ് പറയാൻ പോകുന്നത്. ഇവിടെ അലിഫ് ലാം മീം സ്വാദ്. ഇവിടെ മീം എന്ന് പറയുമ്പോൾ അവസാന മീമുണ്ട്, സുക്കൂനായ മീമ്. അപ്പോൾ സാക്കിന മീമിൻ്റെ ശേഷം സ്വാദ് വന്നാൽ അവിടെ എന്താക്കണം, ഇൽഹാർ ചെയ്തിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ അലിഫ് ലാം മീം സ്വാദ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. അലിഫ് ലാം റോ. ലാം എന്ന് പറയുമ്പോൾ അവസാനം സാക്കിന മീമുണ്ട്, ലാം. അപ്പോൾ സാക്കിന മീമിൻ്റെ ശേഷം റാവ് വന്നാൽ ഇവിടെയും ഇൽഹാർ ചെയ്തിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അലിഫ് ലാം റോ. ഇവിടെ മണിക്കാൻ പാടില്ല. അലിഫ് ലാം റോ എന്ന് പറയാൻ പാടില്ല. ഇവിടെ 3 അക്ഷരങ്ങളുണ്ട്, അല്ല ഇവിടെ 5 അക്ഷരങ്ങളുണ്ട്. 5ൽ 3 അക്ഷരങ്ങൾ മദ് ചെയ്തിട്ടാണ് ഉച്ചരിക്കേണ്ടത്. കാഫും ഐനും സ്വാദും. അതുപോലെ തന്നെ ഹാ യാ എന്നുള്ളത് ഒരു അലിഫിൻ്റെ കതിർ അർക്കത്ത് ഇട്ട നിലക്കാണ് ഓതേണ്ടത്. അപ്പം ഞാൻ ഓതിത്തരാം. കാഫ് ഹാ യാ ഐൻ സ്വാദ്. കാഫ് ഹാ യാ ഐൻ സ്വാദ്. ഇവിടെ ഐൻ എന്ന് പറയുമ്പോൾ അവസാനം സാക്കിന നൂനുണ്ട്. സാക്കിന നൂൻ്റെ ശേഷം ഇവിടെ നിന്ന് വന്ന് സ്വാദ് വന്നു, അവിടെ ഇഖ്ഫാ ചെയ്തിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ തന്നെ തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യണം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.